നമ്മൾ വെക്കാൻ പോകുന്നത് ചിക്കൻ വറുത്തരച്ചതാണ്. അതിന് വേണ്ട സാധനങ്ങൾ ചിക്കൻ നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടി, നല്ല എരിവുള്ള മുളകാണ്, 2 സ്പൂൺ അത് കാരണം ഇടണുള്ളൂ. മുളക് പൊടി ഇട്ടു, ഉപ്പ് പാകത്തിനിട്ടാൽ മതി. ഉപ്പ് പൊടി, ചിക്കൻ മസാല 1 ടീസ്പൂൺ, കുറച്ചുകൂടി ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഇത് കറുവാപ്പട്ട നമ്മൾ വറുത്തരയ്ക്കാൻ നേരത്ത്, തേങ്ങ വറക്കാൻ നേരത്ത് തേങ്ങയ്ക്കകത്തിടാനുള്ളത്. മല്ലിപ്പൊടി, പച്ചമുളക്, തക്കാളി 2 അരിഞ്ഞത്, സവാള 3 അരിഞ്ഞത്, ചേരുവകളെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കണം. ചേരുവകളിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കിയെടുക്കണം. എല്ലാം ശരിക്കും അതിനകത്ത് പിടിക്കുന്നത് നമ്മൾ ഇളക്കിയെടുക്കണം. എല്ലാം അതുപോലെ ഇളക്കിയതിന് ശേഷം എല്ലാം ശരിക്കും എല്ലായിടത്തേയും പുരണ്ടിട്ടുണ്ട്, അരപ്പല്ല. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പിലേക്ക് വയ്ക്കുന്നു. നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിലേക്ക് വയ്ക്കുന്നു. വെച്ച് കഴിഞ്ഞിട്ട് നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു മുറി തേങ്ങ ചിരണ്ടിയിട്ട് നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ചേർക്കണം. വറുത്തരച്ച ചിക്കൻ കറി 1 മുറി തേങ്ങ, 1.5 മുറി തേങ്ങ വറുത്തിട്ടുണ്ട്. വറുത്ത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ അതിന് അരപ്പിനകത്ത് എല്ലാം ചേർത്താണ്. എന്നാലും നമ്മൾ തേങ്ങ വറുത്തതിനകത്ത് ഇച്ചിരി ആഡ് ചെയ്യുന്നുണ്ട്, എല്ലാം കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി മുളക് പൊടി, ശകലം ചിക്കൻ മസാല, മല്ലിപ്പൊടി, ഒരുപാട് വേണ്ട, ലേശം വെച്ച് മതി. ഇനി കറുവാപ്പട്ട, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചിട്ട് ചിക്കനകത്ത് ചേർക്കുക. നമ്മളെല്ലാം ഇളക്കി എല്ലാം കൂടി ഒന്നുകൂടി ഇളക്കി മിക്സിക്കകത്തിട്ട് അരയ്ക്കുക. ഇതിനകത്തേക്ക് ചേർത്ത് ഞാൻ നല്ലതുപോലെ ഇളക്കണം. എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ വാങ്ങാം. അരപ്പിട്ട് തിളച്ച് കഴിയുമ്പോൾ വാങ്ങാം. ചിക്കൻ വറുത്തരച്ച ചിക്കൻ കറി റെഡി. ഇത് ഓഫ് ചെയ്യുന്നു. വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തിയും കൂടി കഴിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.